മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരുന്ന മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ വല്ലാത്ത മൂകതയാണ്. ഇവിടെ മരിച്ചവരെ തിരിച്ചറിയാൻ പ്രദേശത്തുള്ളവർ ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 63 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് മുണ്ടക്കൈയിലെ ഷഫീഖ പറയുന്നു. പുഞ്ചിരിമട്ടത്ത് നിന്ന് മുണ്ടക്കൈ വഴി ചൂരൽമല താണ്ടിപ്പോകുന്ന പുഴയ്ക്ക് പേര് പലതാണ്. പുന്നപ്പുഴയെന്നോ സീതമ്മക്കുണ്ട് പുഴയെന്നോ വിളിപ്പേര്. ചെറിയ ഉരുളെല്ലാം മുണ്ടക്കൈക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴെല്ലാം പുഴ കാത്തുകൊള്ളുമെന്നും. നമ്മളെ പുഴ ഇത്രയും കാലം നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. പുഴയിൽ വലിയ കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പുഴയിൽ ഒഴുകാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ 2020 പൊട്ടിയോടുകൂടി കുറച്ചും കൂടി സ്പേസ് കൂടിയിരുന്നു. പിന്നെ നമ്മളെ സർക്കാരിൻ്റെ റൂം ഫോർ റിവർ പദ്ധതി പ്രകാരം പുഴ അതിന് ശേഷം ഒഴുക്ക് വെള്ളം കുറച്ചും കൂടി ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് വീതി കൂട്ടിയിട്ട് കല്ലും ഇതൊക്കെ നീക്കിയിട്ട് ചുരൽമല ഭാഗത്തൊക്കെ അങ്ങനെ ഒരു വീതി കൂട്ടിയതും ചെയ്തത്. ഇന്നിവിടം ഭയപ്പെടുത്തുന്ന ശൂന്യതയാണ്. മരിച്ച മുണ്ടക്കൈക്കാരെ തിരിച്ചറിയുക എന്നത് പ്രധാനം. അതിനായി പരിചയമുള്ളവരെല്ലാം ചേർന്നൊരു വാട്സപ്പ് കൂട്ടായ്മ. അവിടുന്ന് ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി മുണ്ടക്കൈ കോർഡിനേഷൻ എന്നിട്ട് നമ്മളിവിടെയുള്ള യുവാക്കളും 500-ലധികം പേരുണ്ട് മൊത്തം. ഞങ്ങൾ മുണ്ടക്കൈയിൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ 11-ാം വാർഡിൽ ഈ പ്രദേശത്ത് മാത്രമേ ഞങ്ങളൊരു നമ്മളിവിടെ താമസക്കാരുള്ള കണക്കിൽ ഒരു 62 പേരെ കണ്ടെത്താണ്ട്. മേ ബി അവർ നമ്മൾ പുത്തുമല സംസ്കരിച്ചതിൽ ചിലപ്പോൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഒറ്റവരും നാട്ടുകാർ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. മാക്സിമം നമ്മൾ ഇവിടെ തരാവുന്ന മാക്സിമം തിരഞ്ഞു. ഒരു 62 പേരാണ് ഇനി മുണ്ടക്കൈയിൽ മിസ്സിംഗ് ഉള്ളത്. ജനിച്ചതു മുതൽ കണ്ടുശീലിച്ച പ്രദേശം ഇന്നിവർക്ക് അന്യമാണ്. ഒപ്പമുണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്. ഉച്ചവരെ പൊള്ളുന്ന വെയിൽ, ശേഷം കാറ്റും ആർത്തലച്ച മഴയും. ഈ ദുരന്തഭൂമിയിലെ മാറിമറിയുന്ന കാലാവസ്ഥ വീണ്ടും വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. മുനീഫ് തിരൂരിനൊപ്പം മുണ്ടക്കൈയിൽ നിന്ന് വിപിൻ സി വിജയൻ, 24.